ലൈവിൽ നോറ, അഭിഷേക്, ഋഷി, അൻസിബ എന്നിവരിരുന്ന് സംസാരിക്കുകയാണ്. എന്തായാലും നോറയെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ഋഷി. സംഭവം മറ്റൊന്നുമല്ല, അവിടെ ഗബ്രിയുടെ ജയിൽ നോമിനേഷൻ അല്ലെങ്കിൽ ജയിലിന്റെ ആ ടാസ്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോറ പറയുന്നത് അവിടെ ഗബ്രിക്ക് ജയിലിൽ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അവിടെ ഋഷി ചോദിച്ചു, അതെങ്ങനെ നിനക്കറിയാം ഗബ്രിക്ക് ജയിലിൽ പോകാനായിട്ട് ആഗ്രഹമുണ്ടെന്ന്? അത് സായി ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഋഷി ചോദിച്ചു, സായി അതിന് എപ്പോൾ ഇവിടെ വന്ന് എന്ത് പറഞ്ഞു? അല്ല, സായി ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ ഗബ്രിയെ നോമിനേറ്റ് ചെയ്ത കാര്യം ഗബ്രി പറഞ്ഞിട്ടാണ് എന്നുള്ളത്? അപ്പൊ ഋഷി ചോദിച്ചു, അതിന് സായി വന്ന് പറഞ്ഞത് സായിയുടെ ഇഷ്ടത്തിന് നോമിനേറ്റ് ചെയ്തു എന്നല്ലേ, അല്ലാതെ ഗബ്രി പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തതെന്ന് സായി പറഞ്ഞില്ലല്ലോ എന്ന് ഋഷി അവിടെ ചോദിച്ചു. അപ്പോൾ അവിടെ നോറ പറയുന്നുണ്ട്, അല്ല, അവിടെ സായി പറഞ്ഞിരുന്നു, അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സംസാരിച്ചപ്പോൾ അവിടെ ഗബ്രി പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത് എന്നല്ലേ സായി ചേട്ടൻ വന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറഞ്ഞു, അവർ തമ്മിൽ സംസാരിച്ചിരുന്നു, അവനൊരു ബ്രേക്കിംഗ് പോയിന്റ് വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ജയിലിൽ പോകണമെന്ന് അവൻ പറഞ്ഞു എന്ന് സായി പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും നോറ പറയുന്നുണ്ട്, അല്ല, സായി ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞല്ലോ അവനൊരു ബ്രേക്കിംഗ് പോയിന്റ് വേണമെന്ന്. ആ ബ്രേക്കിംഗ് പോയിന്റ് ജയിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് അതല്ലേ സായി ചേട്ടൻ കൊടുത്തത്, അതപ്പോൾ പറഞ്ഞിട്ടല്ലേ, ഗബ്രി പറഞ്ഞിട്ടല്ലേ? അപ്പൊ വീണ്ടും അവിടെ ഋഷി ചോദിച്ചു, അതിന് സായി ഇവിടെ വന്ന് പറഞ്ഞത് അവനൊരു ബ്രേക്കിംഗ് പോയിന്റ് വേണമെന്ന് അവൻ പറഞ്ഞു, പക്ഷേ അതെന്ത് വേണമെന്ന് അവൻ അറിയില്ല. അപ്പോൾ ഞാനത് ചിന്തിച്ചു, ഇങ്ങനെ ജയിലിൽ പോട്ടെ, ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവനെ സ്വന്തമായി എൻ്റെ ഒരു തീരുമാനമായിരുന്നു ജയിലിൽ വിടണമെന്ന്, ഞാൻ അങ്ങനെ ജയിലിൽ വിടാൻ തീരുമാനിച്ചു എന്നാണ് സായി ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് ഋഷി പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും നോറ പറയുന്നത്, അല്ല, ഗബ്രിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമുണ്ട്, ജയിലിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സീനൊക്കെ കിട്ടും, കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും, അതുകൊണ്ടാണല്ലോ ജയിലിൽ പോകണം, ഞാൻ ജയിലിൽ പോകും, ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗബ്രി പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട്, അവൻ അങ്ങനെ കളിക്കില്ല എന്ന് പറഞ്ഞ് പോയത് അവിടെ ജിൻഡോന്റെ ഒപ്പം ഇട്ടതുകൊണ്ടാണ്, ജിൻഡോയും ഗബ്രിയും ഒരു ഗ്രൂപ്പ് ആവുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഞാൻ കളിക്കില്ല, ഞാൻ ജയിലിൽ പൊക്കോളാം എന്ന്, അല്ലാതെ അവിടെ ജയിലിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്ന്. അപ്പോൾ അവസാനം അഭിഷേക് കയറി ഇടപെട്ടു. അഭിഷേക് പറഞ്ഞു, ഒരു ബ്രേക്കിംഗ് പോയിന്റ് അല്ല ജയില്, പിന്നെ അവിടെ ഒരിക്കലും സായി വന്ന് പറഞ്ഞത് അവന് ജയിലിൽ പോകാനായിട്ട് ഗബ്രിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഗബ്രി പറഞ്ഞു എന്നല്ല, അവനക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നി അവനെ ജയിലിലേക്ക് വിടണമെന്ന്, അതുകൊണ്ട് ജയിലിലേക്ക് വിടുന്നു എന്നാണ്, അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നോറ പിടിച്ച പിടിയിൽ നിന്നപ്പോൾ ഋഷി അതങ്ങ് പൊളിച്ച് കയ്യെ കൊടുത്തു. കൃത്യമായി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവസാനം നോറയുടെ പോയിന്റ് അങ്ങ് തള്ളിക്കളഞ്ഞു. നോറയ്ക്കാകെ എന്തോ പോലെ ആവുന്ന ഒരു അവസ്ഥയെ ഋഷി പറഞ്ഞു, അല്ല, നീ ഇത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇതാണല്ലോ സംഭവം. അവന് ഗബ്രിക്ക് ജയിലിൽ പോവാനേ ഇഷ്ടമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. പിന്നെ അവൻ ജയിലിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹമേ അവിടെ സായിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സായി ഇവിടെ വന്നിട്ട് ഗബ്രി പറഞ്ഞു എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് നോറ നീ പറയുന്നത് എന്ന് കൃത്യമായി ഋഷി അവിടെ കറക്റ്റായിട്ട് ശരിക്കും അങ്ങ് പറഞ്ഞു കൊടുത്തു. നോറ തേഞ്ഞൊട്ടി എന്ന് പറയാം.